ഹലോ കൂട്ടുകാരെ, സ്റ്റോറി റിവ്യൂയിലേക്ക് സ്വാഗതം. മഴത്തൂര് മുമ്പേടെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലോട്ടാണ് കേട്ടോ വരുന്നത്. വൈജയന്തി കണ്ടതും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? നിന്റെ കാലുമറ്റൊക്കെ മാറി വരുന്നതല്ലേ ഉള്ളൂ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അതിന് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതൊന്നല്ല, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതാ. അത് കേട്ടതും മുത്തശ്ശി വൈജയന്തി ചീത്ത പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ആദ്യം നീ നിന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കി, എന്നിട്ട് നിന്റെ ഭർത്താവും മക്കളായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോഴും എൻ്റെ ഭാഗത്താണല്ലോ തെറ്റ്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ നിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. അത് നിനക്ക് ഇനി എന്നാണാവോ മനസ്സിലാവുക? ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ മാത്രമേ നിന്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് ജനിച്ചപ്പോൾ തൊഴേ തുറന്നു തന്നെ ഇരിക്കുന്നത്, നിങ്ങളുടെയൊക്കെ കണ്ണ് അടഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല. പോണമെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വന്നെന്നെ വിളിക്കണം, അതും ആ അലീനെ പറഞ്ഞു വിട്ടിട്ട്. ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായിട്ടോ ഇതൊരു നടക്കി പോവില്ലെന്ന്. അപ്പോഴേക്കും അലീനും രോഹിത്തൊക്കെ സ്വീറ്റ്സും കേക്കും ഒക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഇവരെയും കാത്ത് ബബിത വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുന്നുണ്ടായിരുന്നു. ബബിതയെ കണ്ടതും അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ ഞങ്ങളെ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതെ, ഞാൻ നിങ്ങളെ കാത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം നടന്നു. അങ്ങനെ വൈജയന്തി പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനോട്. അപ്പോഴേക്കും രോഹിത്ത് കയറി വരുന്നുണ്ട്. കോളേജിലേക്ക് തിരിച്ചെടുത്ത കാര്യം അച്ഛനോട് ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രോഹിത്ത് കയറി വരുന്നത്. വന്ന ഉടനെ അമ്മ പോയ കാര്യം ബബിത പറയുന്നുണ്ട്. അത് കേട്ടതും രോഹിത്തിനാകെ വിഷമാവുന്നുണ്ട്. കോളേജിൽ തിരിച്ചെടുത്ത് സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി കേക്കും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് വന്നതാ. അപ്പോഴാ അമ്മയുടെ ഒരു പോക്ക്. ഈ അമ്മയ്ക്ക് നമ്മൾ മക്കളുടെ കാര്യത്തിൽ ഒരു കൺസേണും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി കൊല്ലപ്പള്ളിയിലോട്ട് പോവാം. മേഡത്തെയും കൊണ്ടല്ലാതെ നമ്മൾ തിരിച്ചു വരുന്നില്ല. അതിനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തോ. അങ്ങനെ ഇവർ 4 പേരും കൊല്ലപ്പള്ളിയിലേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോവർദ്ധനങ്ങൾ ഇവർക്ക് കാറൊക്കെ കൊടുക്കുന്നുണ്ട്. രോഹിത്താണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ 4 പേരും കൂടി കൊല്ലപ്പള്ളിയിൽ എത്തുന്നുണ്ട്. ഇവരെ കണ്ടതും രഞ്ജു ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു ഇറങ്ങി വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കണ്ടതും മനു ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാവരുടെയും ഉദ്ദേശം? ഭവനവേതനം പിടിച്ചിറക്കിക്കൊണ്ട് പോവൽ അങ്ങനെ എന്തെങ്കിലും ആണോ? അപ്പം ബബിത പറയുന്നുണ്ട്, അതൊന്നല്ല മനുവേട്ടാ, ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അമ്മ തിരിച്ചുകൊണ്ട് പോകാൻ വന്നതാ. അപ്പം മനു പറയുന്നുണ്ട്, ആൻറ്റി അല്ല ആള് വന്നത് തന്നെ. അലീനെ കണ്ടതും മനു ചോദിക്കുന്നുണ്ട്, നീയും ഇവർ പറഞ്ഞു കേട്ട് ചാടിത്തുള്ളി അങ്ങ് പോന്നോ? അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അലീനയാണെങ്കിൽ ആകെ മടിച്ചാണ് കേട്ടോ കയറുന്നത്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട്? ഇവിടെ വല്ല കല്യാണം നടക്കുന്നുണ്ടോ? അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മ എന്ത് പണിയായി കാണിച്ചത്? എന്നെ കോളേജിലേക്ക് തിരിച്ചെടുത്തു. ആ വിവരം പറയാൻ വരുമ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് സ്ഥലം മാറി. ഇത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വന്നെന്നെ വിളിക്കണം, അതും അലീനെ പുറത്താക്കിയതിന് ശേഷം, അല്ലെങ്കിൽ പിന്നെ നേരെ കുടുംബ കോടതിയിലേക്ക്. അപ്പോൾ അതാണ് കേട്ടോ വൈജയന്തിയുടെ കണ്ടീഷൻ. അലീനയാണെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്